നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. സങ്കടത്തിലാണ് അലിൻ ജോസ് പെരേര ഇപ്പോൾ നിൽക്കുന്നത്. എന്ത് പറ്റി രമണ? നിങ്ങള് എന്തായാലും യൂട്യൂബിൽ കാണുന്ന പോലുള്ളൊരു കോമേഡിയൻ അല്ല ഞാൻ ശരിക്കും. പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. തിയേറ്ററിന് മുന്നിൽ കളിച്ച ഡാൻസും പിന്നെ പാട്ടും ഒക്കെ അത്യാവശ്യം കോപ്പറാകുന്ന രീതിയിൽ ആൾക്കാർ പൊതുജന ശല്യം എന്നൊക്കെ പറയുന്നതിനൊക്കെ ഞാൻ വിഷമത്തോടെ ഖേദിക്കുന്നു. ഇപ്പോൾ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. എന്തിന്റെ കുഞ്ഞാണോ ഇത്? അത് വൈറലാൻ വേണ്ടി ചെയ്ത സ്ട്രാറ്റജിക് നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിയുടെ തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാലമാണ്. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. പാസ്റ്റ് ഈസ് പ്രസന്റ് ഈസ് ഗോയിങ്. അപ്പോ ഇനി മുതല് എന്തായാലും നീറ്റായിട്ട് ചെയ്യാനാണ് പ്ലാൻ. നീ നന്നാവത്തില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റിവ്യൂസ് ഒക്കെ ഉണ്ടാവും. നല്ല നീറ്റായിട്ട് റിവ്യൂ പറഞ്ഞിട്ട് പോകും. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പിന്നെ പറയാനുള്ള മഹാനടന്റെ പേരിൽ പറഞ്ഞ പരമാവശം, ഞാൻ പറഞ്ഞ പരമാവശമായിട്ടുള്ള കാര്യങ്ങൾ അതെനിക്ക് വിഷമത്തോടെ മാപ്പ് പറയുകയാണ് ഞാൻ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. കേരള ജനതയ്ക്ക് മുന്നിൽ ഞാൻ കൈകൂപ്പി തൊയ്ത് മാപ്പ് പറയുകയാണ്. അപ്പൊ മണ്ടൻകുടാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. മഹാനടന്റെ പേരിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ അറിയാണ്ട് വന്ന സംഭവങ്ങളാണ്. അതിന്റെ പേരിൽ ഞാൻ അറസ്റ്റ് ചെയ്യുന്ന അഭ്യർത്ഥിക്കുകയാണ്. ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിന് കൊടുക്കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക. ഇനി നടിമാരെ പറ്റി അനാവശ്യമായിട്ടുള്ള കമന്റോ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇനിയും പറയില്ലെന്ന് അപേക്ഷിക്കുകയാണ്. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്നാശംസിച്ചുകൊണ്ട്